നമ്മൾ 17-18 അധ്യായങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ചാപ്റ്റർ 17 ആൻഡ് ചാപ്റ്റർ 18. സോ ഐ റിക്വസ്റ്റ് യു ടു ഓപ്പൺ യുവർ ബൈബിൾ. കഴിഞ്ഞ 2-3 ക്ലാസ്സുകളിലായി നമ്മൾ പഠിക്കുന്ന ഒരു രീതി, കാരണം ആ രീതിയിലുള്ള ഒരു പഠനം കുറച്ചുകൂടി നിങ്ങളെ സഹായിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. ഇറ്റ് ഈസ് ലൈക്ക് I have prepared few questions and you yourself can observe and try to find the answer. Okay, നിങ്ങൾ തന്നെ ആ ഉത്തരങ്ങൾ കണ്ടെത്തുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു തരുന്നതിനെക്കാട്ടിലും വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. അതിന്റെ കൂടെ ഡെഫിനറ്റ്ലി ഐ വിൽ എക്സ്പ്ലെയിൻ ഇറ്റ് യു വെൽ. ഓക്കെ, മൂവിങ് ഫോർവേഡ്, ഇന്നത്തെ താക്കോൽ വാക്യം, ഓക്കെ, പ്രധാനപ്പെട്ട ഇന്ന് നമ്മൾ ഈ ഒരു വാക്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പല കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് പോകുന്നത്. ലുക്ക് അറ്റ് ദിസ് വേർഡ്സ്. ഇവിടെ 3 പ്രാവശ്യം ഒരു റിപ്പീറ്റഡ് വേർഡ് നിങ്ങൾക്ക് കാണാം. ഹെർ, ഇറ്റ്സ് എ ഫെമിനൈൻ ജെൻഡർ മെൻഷൻ, but it is not talking about a female, just a person. ഇത് ബാബിലോണിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ്. എന്താണ് ഈ ബാബിലോൺ? അതാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഐ വിൽ റീഡ് ഇൻ മലയാളം ആൻഡ് ലുക്ക് ഇൻ ഇംഗ്ലീഷ് ഓൾസോ. എന്റെ ജനമായുള്ളവരെ, ഇത് ദൈവം വിളിക്കുന്നതാണ്. ദൈവത്തിന്റെ അഭിഷിക്തന്മാരായിട്ടുള്ളവരെ, within the tribulation period, God calls them what? എന്റെ ജനമായുള്ളവരെ അവളുടെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെയും അവളുടെ ബാധകളിൽ ഓഹരിക്കാരാകാതെയും ഇരിപ്പാൻ അവളെ വിട്ടുപോരുവിൻ. സോ ഹു ഈസ് ദിസ് അവൾ? വെൽ, ദാറ്റ് ഈസ് എ റെഫറൻസ് ടു ബാബിലോൺ. ഓക്കെ, ഇന്ന് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയവും അത് തന്നെയാണ്. ഓക്കെ, ലെറ്റ്സ് ലുക്ക് ഇൻ ടു ദ next forthcoming, upcoming things that we are going to look into. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു 3-4 ക്ലാസ് ഈ ഒരു വിഷയങ്ങളായിരിക്കും. ഓക്കെ, ലൈക്ക് 7 end time events, 7 കൂട്ടം കാര്യങ്ങൾ. അത് എന്തെല്ലാമാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രിബുലേഷൻ പീരീഡിന്റെ ടുവേർഡ് ദി എൻഡ് നമ്മൾ വന്നിരിക്കുകയാണ്. സോ വാട്ട് ആർ ദ 7 end time events? നമുക്ക് നോക്കാം. നമ്പർ 1, റിലീജിയസ് ബാബിലോൺ. അത് ചാപ്റ്റർ 17. അത് എന്താണെന്നുള്ളത് നമുക്ക് പിന്നാലെ നോക്കാം. ഇറ്റ്സ് എ റിലീജിയസ് ബാബിലോൺ. ചാപ്റ്റർ 18 is മെറ്റീരിയലിസ്റ്റിക് ബാബിലോൺ. ഓക്കെ, അപ്പൊ ആദ്യത്തേത് മതപരമായ ബാബിലോൺ, രണ്ടാമത്തേത് വാണിജ്യപരമായ, ഓക്കെ, മെറ്റീരിയലിസ്റ്റിക്, പെരിഫറൽ അല്ലെങ്കിൽ ഔട്ട്വേർഡ് ബാബിലോൺ. മൂന്നാമത്തേത് ദ ബീസ്റ്റ് ആൻഡ് ഫോൾസ് പ്രോഫറ്റ്, മൃഗവും കള്ളപ്രവാചകനും. ദാറ്റ് ഈസ് ഇൻ ചാപ്റ്റർ 19. പക്ഷെ ഇന്ന് നമ്മൾ ആദ്യത്തെ 17 and 18 മാത്രമേ നമ്മൾ ഇന്ന് നോക്കുന്നുള്ളൂ. ഓൾറൈറ്റ്, ഓക്കെ. ദെൻ ചാപ്റ്റർ 19 അഗെയിൻ ജെന്റൈൽസ്, ജാതികളും എതിർ ക്രിസ്തുവും. പിന്നെ ചാപ്റ്റർ 20 ഗോഗ് ആൻഡ് മാഗോ. ഇതൊക്കെ എന്താണ്? വെൽ, ദാറ്റ് വി വിൽ ലേൺ മേ ബി ആഫ്റ്റർ 2 ക്ലാസ്സസ്. പിന്നെ 20ാമത്തെ അധ്യായത്തിൽ നമ്മൾ വീണ്ടും പിശാചും നിത്യമായ നരകവും, അഗ്നിത്തടാകം. ദെൻ ദ ലാസ്റ്റ് വൺ ഈസ് വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇനിയും നമ്മൾ ശ്രദ്ധിക്കാനായിട്ട് പോകുന്നത്. പക്ഷെ ഇൻ ബിറ്റ്വീൻ നമുക്കറിയാം, പിശാചിനെ ഹെൽഫയറിലോട്ട് ഇടുന്നതിന് മുമ്പാണ് 1000 ഇയർ റെയിൻ ഉള്ളത്. അപ്പോൾ ഇൻ ടൈം ഇവന്റ്സ് എന്ന് പറയുമ്പോൾ തന്നെ ട്രിബുലേഷൻ പീരീഡിന്റെ അവസാനവും then the ultimate end also is included here. Okay, after the millennium as well. Okay, അപ്പോൾ ഇന്ന് നമ്മൾ 17 and 18. So I request you to see chapter 17 and okay, നമുക്ക് ആദ്യം വായിക്കാം. മേ ബി ഇപ്പൊ ഞാൻ വായിക്കാനായിട്ട് ഫുള്ള് സമയം തന്നാൽ I don't know, നമുക്ക് ഇപ്പൊ തന്നെ 33 മിനിറ്റ് ആയി. So what we'll do is, ഞാൻ വാക്യങ്ങൾ ഓരോ ചോദ്യത്തിന്റെ കൂടെ കൊടുത്തിട്ടുണ്ട്. So I will ask question, you just read and just tell me what you understood. Okay, alright. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ അവസരം കിട്ടാത്ത ആളുകളോട് ഞാൻ ആദ്യം ചോദിച്ചു തുടങ്ങാം. Okay, I think I will start with Sony. Okay, first question. ഒന്നാമത് 17ാം അധ്യായത്തിന്റെ 1ാം വാക്യം. ഈ ബാബിലോണിനെ കുറിച്ച് അനൗൺസ് ചെയ്യുന്നത് ആരാണ്? എന്തോ? വൺ ഓഫ് ദി 7 angels. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ 7 angels അല്ലെ, ബൗൾസ് ജഡ്ജ്മെന്റ്സിനെ കുറിച്ചാണ് പറഞ്ഞത്. 1 of the 7 ആണ്. ചോദ്യം കഴിഞ്ഞില്ല. ഇനി ഈ സ്ലൈഡിലെ മൊത്തം സോണി ഉത്തരം പറയാനായിട്ട് ശ്രമിക്കണം.
So one of the 7 angel ആണ് ഇതിന് ഉത്തരം പറഞ്ഞത്. ബാബിലോണിനെ കുറിച്ച് പറഞ്ഞത് ഉത്തരമല്ല, ബാബിലോണിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്തു. രണ്ടാമത്തത്, what did she do in the world? ഈ സ്ത്രീ എന്താണ് ചെയ്തത്? What did she do? Sony, verse 1 again. Abel. Yes, uncle. Yes. Try to say this answer. What did she do to the world? എന്താണ് ഈ സ്ത്രീ ലോകത്തിൽ ചെയ്തത്? She shattered upon many waters. Okay, that she sat upon, but what did she do in verse 1? What is her sin? What was her main job? Uncle, അത് വേഴ്സ് 1-ലാണോ വേഴ്സ് 2-ലല്ല? Yeah, verse 1. I am referring actually Malayalam. ഭൂമിയിലെ രാജാക്കന്മാരോട് വേശ്യ പ്രവൃത്തി ചെയ്തു, വേശ്യാവൃത്തിയുടെ മദ്യത്താൽ ഭൂവാസികളെ മത്തരാക്കി. You find that in verse 2? Yes. Okay, fine. I am sorry. So that is in Malayalam, it is in verse 1. So ഒരു രത്നച്ചുരുക്കമായിട്ട്, in concise, what you can say is she is just making others to do wickedness or adultery. So that is what mentioned here. Okay, so ഇതൊരു റിലീജിയസ് ബാബിലോൺ ആണ് എന്ന് പറഞ്ഞാൽ ദൈവത്തോട് ഉള്ള ഭക്തി വിട്ടിട്ട് പിശാചിനോടുള്ള ഭക്തിയിൽ വർദ്ധിച്ചു വരുവാൻ സഹായിച്ച ബാബിലോൺ. ഇതൊരു ബാബിലോൺ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഓൾറെഡി. This is not talking about the literal Babylon. This is talking about the wickedness represented by the term Babylon. Okay, throughout the world history, എന്താണ് ഈ ബാബിലോൺ എന്ന് പറഞ്ഞാൽ? ബാബിലോൺ എന്ന് പറഞ്ഞാൽ wickedness is equal to wickedness or is equal to adultery. Okay, religious adultery. What is religious adultery? That you are not being faithful to the real God, but you are being an idol worshipper. ദൈവത്തോട് വിശ്വസ്തത കാണിക്കുന്നതിന് പകരം പിശാചിന്റെ അല്ലെങ്കിൽ ഭൂതങ്ങളെ ആരാധിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ദുഷ്ടത പ്രവർത്തിക്കുന്നവരെയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ റിലീജിയസ് ബാബിലോൺ എന്ന് പറയുന്ന കാര്യം എന്താണ്? ത്രൂ ഔട്ട് ഹിസ്റ്ററി നമുക്ക് കാണാനായിട്ട് പറ്റും. ഇപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവേണ്ട കാര്യമില്ല. ഇറ്റ്സ് ലൈക്ക് സിംപ്ലി മീൻ, കർത്താവ് പറഞ്ഞു, നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ, അവന്റെ ഇഷ്ടം ചെയ്യുവാൻ നിങ്ങൾ പ്രിയപ്പെടുന്നു. റൈറ്റ്? Which means all the people who are born into the world are the children of Satan. But actually they are children of God. കാരണം ദൈവത്തിന്റെ ക്രിയേഷൻ ആണ്. But when they do the will of Satan, they are automatically the children of Satan. Which means they are not Satan, but they are producing the fruit of Satan. In the similar way, Babylon, well, there's a literal place, but there is a religious Babylon. What does it mean? A religious Babylon, the whole concept is wickedness. So what did she do to the world? Teaching them how to do wickedness. അപ്പോ ഈ മഹദിയാം അപ്പൊ എന്തുകൊണ്ടാണ് ബാബിലോൺ എന്ന് പറഞ്ഞ ഒരു കാര്യം തിരഞ്ഞെടുത്തത്? We know that Babylon was a kingdom. So also here, Babylon, all the rulers, അവരെയാണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. Okay, rulers, either it is priest or king or whatever, maybe minister or whatever, whoever is in charge of, whoever is in the high command, it is referring to that religious Babylon. Okay, next question again to Abel. Where does she sit? Yeah, where does she sit? Sit upon a scarlet colored beast. Okay, then what else? Full of names of. Okay, I have mentioned 2 references, which means അവൾ ഇരിക്കുന്ന രണ്ട് ആ സ്ഥലത്തെ കുറിച്ചുള്ള വിശേഷണം എന്താ കൊടുത്തിരിക്കുന്നത്? What kind of a place is that? Sitting upon many waters. Yeah, waters. So full of waters plus sitting upon a beast, right? Yeah, we will come to the interpretation.
soon. Then, what is the description of the beast? Abel. What all the beast has, ആ മൃഗത്തിന് എന്തെല്ലാം ഉണ്ട്, അതിന്റെ വിശേഷണങ്ങൾ എന്തൊക്കെയാണ്? 7 heads and 10 horns. 7 heads and 10 horns, right? Yes. Then additional features are also there. Some names are written on the horns and all. Okay, all that is described over there. Now, what does she possess? അവളുടെ കയ്യിൽ എന്താണ് ഉള്ളത്? That's the last question for Abel. Yeah. അവളുടെ കയ്യിൽ എന്താണ് ഉള്ളത്? She has something filled with. What is that? Come on, in verse 4, I suppose. Yeah. Malayalam, it is verse 4. A cup, what? Filled with? Come on. Do you see that? Gold. A cup filled with? Gold. Is it cup filled with gold? It is a golden cup filled with what? Observe carefully. It is a golden cup, yes. But filled with what? What is being filled in the golden cup? Very tough. Anybody? Anyone? The filthiness of a fornication. Yes, filthiness, right? Filthiness of fornication, mlechada, ashuddhi naranja panapatram, which means she possesses, ipo namakkariyam, like ഹൃദയം നിറയുന്നതാണ് വായ സംസാരിക്കുന്നത്. അതുപോലെ പിശാചെന്നും ഞാൻ മുമ്പേ പറഞ്ഞ എക്സാമ്പിളിൽ പോലെ പിശാചിന്റെ ഇഷ്ടമാണ് മനുഷ്യർ പ്രവർത്തിക്കുന്നത്. So the ultimate source of all evil is Satan. But the output is coming through people, which means there is a connection with them, right? So Satan and the people, okay, the unsaved people, so they do the will of Satan and we do the will of God. The similar way, the religious Babylon is being the ultimate source of all wickedness. Adana ividuthe portrayal. Okay, so chapter 17 is talking about a religious Babylon. Hope you are understanding. എന്ന് പറഞ്ഞാൽ ഇതൊരു ലിറ്ററൽ ആയിട്ടുള്ള ബാബിലോൺ അല്ല, ഒരു സ്ഥലത്തെ കുറിച്ച് പറയുന്നതല്ല. ഇറ്റ് ഈസ് സ്പ്രെഡ് ത്രൂ ഔട്ട് ദി എർത്ത്. എല്ലാ രാജ്യത്തിലും രാജാക്കന്മാരോ മന്ത്രിമാരോ ഭരിക്കുന്ന എല്ലായിടത്തും വിക്കറ്റ്നസ് എവിടൊക്കെ വർദ്ധിച്ചു വരുന്നോ, that is portrayed as religious Babylon. Okay, moving forward. Next person, let me call, Hannah. Verse 5 onwards, okay? What is her name? Babylon, the great mother of prostitutes. Great mother. നമ്മൾ ചില സയൻസ് ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ who is the father of this such and such thing എന്ന് പറയുമ്പോൾ he is the inventor എന്നുള്ളതാണ് ആശയം, right? He may not be the real father. Father refers to the one who originated or the one who founded it. If so, മ്ലേച്ഛതകളുടെ വേശ്യമാരുടെ മാതാവ് എന്ന് പറയുമ്പോൾ, well, ഈ ഒരൊറ്റ വാക്യത്തിൽ നിന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം എന്താണ്? Religious Babylon is equal to what? The source of all evil. That's a representation. അതൊരു personify ചെയ്തിരിക്കുക. You know what is personification? Personification എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാക്ട്, ഒരു പ്രിൻസിപ്പിൾ, മേ ബി ഗുഡ് എന്ന് പറഞ്ഞത് ഒരാളല്ല, പക്ഷെ ഗുഡ് പേഴ്സോണിഫൈ ചെയ്യാം എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ പോലെ ആക്കാം. അതേപോലെ ഈവിളിനെ പേഴ്സോണിഫൈ ചെയ്തിരിക്കുന്നതാണ് the religious Babylon. Okay, so that is her name that is mentioned over there. Now, what did she do, Hannah? അവൾ എന്താണ് ചെയ്തത് ചരിത്രത്തിലുടനീളം? Verse 6.
Come on. So ഞാൻ ചോദിക്കുന്ന ആള് മാത്രമല്ല, എല്ലാവരും ബൈബിളിൽ നോക്കുക. സോ വലിയ അധ്യായമാണ്. സോ ഓരോ വാക്യം നമ്മളിങ്ങനെ നോക്കി പോവാണ്. Okay, what did she do? Drunk with the blood of God's holy people. Yes. So if she want to drink blood means, what is the idea behind it? What does it mean actually? Drinking blood is not just literal one. Yeah. So what does it mean actually? Come on. Hannah, you want to make some comment? No, uncle. What? കേട്ടില്ല. Anybody else? Anyone? യേശുവിന്റെ സാക്ഷികളുടെ രക്തം കുടിച്ചു, വിശുദ്ധന്മാരുടെ രക്തം കുടിച്ചു. What does it mean? Simple. Come on. Logical answer. അവരെ കൊന്നു. കൊന്നു. That's it. Simple as that. അവരെ കൊന്നു. Because she is responsible for their blood. Okay? So when did it happen? Throughout the history, right? പഴയ നിയമത്തിലും ദൈവനാമത്തിൽ കൊല്ലപ്പെട്ടവരുണ്ട്. പുതിയ നിയമത്തിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കൊല്ലപ്പെട്ട വിശുദ്ധന്മാരുടെ രക്തവും യേശുവിന്റെ സാക്ഷികളുടെ രക്തവും. So വിശുദ്ധന്മാർ, maybe the Old Testament saints also, right? Jewish people, So real ആയിട്ട് അനേക wickedness കാരണം എത്രയോ പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. Yes, even the prophets were killed, right? Yes. So Mahadiam Babylon, അതൊരു സ്ത്രീ അല്ല, but that is the source of wickedness. So what did she do? We got the answer. Now next one, what is the meaning of the beast? 7 to 10. നോക്കിയിട്ട് അവിടെ ഒരു ഇന്റർപ്രിട്ടേഷൻ ഉണ്ട്. അത് ഞാൻ ചോദിക്കുന്നില്ല. You can just look into the words. I will say the answer. ഇതിന്റെ അർത്ഥം അറിയാൻ വേണ്ടി നാം വേറെ ബുക്ക് ഒന്നും റെഫർ ചെയ്യേണ്ട ആവശ്യമില്ല. The meaning is given in the Bible itself. Okay? So what is the meaning of the beast? Now, so far we were looking into who was the woman. ആ സ്ത്രീ ആരാണെന്നാണ് നമ്മൾ ഇത്രയും നേരം നോക്കിയത്. Now, what is that beast upon which she sat? അവളൊരു മൃഗത്തിന്റെ മേലാണല്ലോ ഇരുന്നത്. ആ മൃഗത്തിന്റെ പ്രത്യേകത എന്താ? What is the meaning of that beast? Look at 7 to 10. Okay? 7 to 10. There, in verse 7, you see that 7 തലയും 10 കൊമ്പും ഉള്ളതായി അവളെ ചുമക്കുന്ന മൃഗത്തിന്റെ മർമ്മം. The mystery of that beast is, what? Verse 8. നീ കണ്ട മൃഗമോ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും ഇനി അഗാധത്തിൽ നിന്ന് നാശത്തിലേക്ക് പോകാനിരിക്കുന്നത്. മീൻസ് എ ബീസ്റ്റ് ദാറ്റ് ഈസ് ഗോയിങ് ടു കം. വെൽ, ഈ വാക്യം നമ്മൾ 2-3 ക്ലാസ്സിന് മുമ്പ് ഞാൻ പറഞ്ഞതാണ്. I think you remember. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ സ്കിപ്പ് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, സി ലുക്ക് അറ്റ് ദ ലാസ്റ്റ് ഫ്രേസ് ഇൻ മലയാളം. ലോകസ്ഥാപനം മുതൽ ജീവപുസ്തകത്തിൽ എഴുതാതിരിക്കുന്ന ഭൂവാസികൾ കണ്ട് അതിശയിക്കും. So this is simply an embodiment of Satan or Antichrist. Okay, the beast. ഓർക്കുന്നില്ല, നമ്മള് കുറച്ച് ക്ലാസ്സുകൾക്ക് മുമ്പ് ട്രിനിറ്റി ഓഫ് ഫോൾസ് ട്രിനിറ്റി ഓഫ് സൈറ്റൻ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു, റൈറ്റ്? ബീസ്റ്റ്, ഫോൾസ് പ്രൊഫറ്റ് ആൻഡ് ആന്റിക്രൈസ്റ്റ്. അതിനകത്തിലെ ബീസ്റ്റിനെ കുറിച്ച് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ എ ബീസ്റ്റ് ടു കം. Now what is it actually? Look at verse 9. തല 7 സ്ത്രീ ഇരിക്കുന്ന 7 മലയാകും. So look at verse 9. So they are the 7 mountains. Then അവ 7 രാജാക്കന്മാരാകും. So they are the 7 kings. And who are those 7 kings? This interpretation I have given previously. 5 of the major rulers of Roman kingdom. And 5 പേർ വീണുപോയി, ഒരുത്തനുണ്ട്, മറ്റവൻ ഇതുവരെ വന്നിട്ടില്ല. Verse 10. Look at verse 10. So 5 were there. 1 is at present. Probably John, when he was writing, the present Nero is in picture. And 1 is yet to come. എന്ന് പറഞ്ഞാൽ അതിനുശേഷം
ഇല്ലാതെയാവുകയാണ്. Then after that we see one is yet to come, referring to Antichrist. So ഇത് റിപ്പീറ്റഡ്ലി റെവലേഷനിൽ കാണുന്ന ഒരു കാര്യമാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. So one is yet to come, referring to Antichrist only. Now again verse 10. Okay, so what is the beast? Referring to Antichrist and the embodiment of that. Okay, now what they have to do with the lamb? അവര് കുഞ്ഞാടിനോട് എന്താണ് ചെയ്യാനായിട്ട് പോകുന്നത്? കുഞ്ഞാട് again referring to what? Christ. അത് വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 14ാമത്തെ വാക്യത്തിൽ അവർ കുഞ്ഞാടിനോട് പൊരുതും. If you look into verse 11 and 8 again, you see that, verse 12, നീ കണ്ട 10 കൊമ്പ് 10 രാജാക്കന്മാർ. So 7 heads are 7 kings, 10 horns are 10 kings. അപ്പൊ ഇത് 2 കാലഘട്ടത്തെ കുറിച്ച് പറയുന്നതാണ്. ഇതൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചതാണ്. ദാനിയേലിന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്ന 10 toes referring to 10 kings that are coming, the world alive. അതിനുശേഷം വരുന്ന ഒരു കൊമ്പ് എതിർ ക്രിസ്തുവിനെ കാണിക്കുന്നു. അപ്പൊ ഇതെല്ലാം ക്ലബ് ചെയ്ത് ഒരുമിച്ച് നോക്കുമ്പോൾ referring to the ultimate king, that is Antichrist. So then there is a war. That is what we see in verse 14. കുഞ്ഞാടിനോട് പൊരുതും, പക്ഷേ അവരെ ജയിക്കും. താൻ കർത്താതി കർത്താവും രാജാതി രാജാവുമായ ആകൊണ്ട് കുഞ്ഞാട് തന്നോട് കൂടെയുള്ള വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമായി അവരെ ജയിക്കും. So definitely the ultimate win is for Christ. Now, next question, interpretation of woman. What is that? There we see in verse 15. പിന്നെ അവൻ എന്നോട് പറഞ്ഞത്, നീ കണ്ടതും വീശിയിരിക്കുന്നതുമായ വെള്ളം വംശങ്ങളും പുരുഷാരം ജാതികളുമാണ്. And verse 18, look at verse 18. നീ കണ്ട സ്ത്രീയോ ഭൂരാജാക്കന്മാരുടെ മേൽ രാജത്വമുള്ള മഹാനഗരം തന്നെ. So that is an embodiment of the authority, or maybe the evil nature, or the evil itself. Okay, so that is religious Babylon. നിങ്ങൾക്ക് എന്റെ ഫുൾ ഡീറ്റെയിൽ എനിക്ക് മനസ്സിലായി കാണുകയില്ല. But chapter 17 is talking about Babylon, and that is not a literal place Babylon, but it is the evil embodiment. Okay, representation of evil is Babylon. That's it. Now moving to chapter 18, that is materialistic Babylon. About chapter 17 which Babylon? Evil Babylon. എന്ന് പറഞ്ഞാൽ അത് throughout the history, whoever does evil, that they are pictured as the evil Babylon. Okay, then chapter 18 is materialistic Babylon. അപ്പോൾ ഈ മെറ്റീരിയലിസ്റ്റിക് എന്ന് പറയുമ്പോൾ വാണിജ്യപരമായ ബാബിലോൺ. Okay, let's see what are they. Okay, ഞാൻ next question to Lydia. Who announces about her and when? ഈ ബാബിലോണിനെ കുറിച്ച് പറയുന്നത് ആരാണ്, എപ്പോഴാണ്? Chapter 18 and verse 1. ഞാൻ വലിയ അധികാരമുള്ള മറ്റൊരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടു. അത് അങ്ങനെയാണോ തുടങ്ങുന്നത്? ഞാൻ എന്ന് പറഞ്ഞാണോ തുടങ്ങുന്നത്? ഞാൻ വലിയ അനന്തരം. Okay, very good. So there are two things to observe. What are they? 17ാം അധ്യായത്തിലെ ആ ബാബിലോണിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് അനന്തരം, which means after that, മറ്റൊരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടു. സോ റിലീജിയസ് ബാബിലോണിനെ കുറിച്ച് അനൗൺസ് ചെയ്തത് ആരാണ്? വൺ ഓഫ് ദ 7 angels ആണ്, റൈറ്റ്? കലശമുള്ള വൺ ഓഫ് ദ 7 angels. ബട്ട് ദിസ് വൺ ഈസ് അനദർ ഏഞ്ചൽ. സോ 18ാം അധ്യായത്തിലും ബാബിലോണിനെ കുറിച്ച് പറയുന്നുണ്ട്. ദിസ് ഈസ് ടോക്കിംഗ് അബൌട്ട് നോട്ട് ദ റിലീജിയസ് ബാബിലോൺ, ഇറ്റ് ഈസ് അബൌട്ട് ദ മെറ്റീരിയലിസ്റ്റിക് ബാബിലോൺ. ഓക്കെ, അപ്പൊ ആ ഒരു ഡിവിഷൻ, കോൺട്രാസ്റ്റ് നമുക്ക് ഇവിടെ മനസ്സിലാക്കാം. ആരാണ് ഈ ബാബിലോണിനാൽ ബെനിഫിറ്റ് ആയത്? വേഴ്സ് 3, ലിഡിയ. ഈ ബാബിലോൺ 18ാമത്തെ അധ്യായത്തിലെ ബാബിലോണിനാൽ ബെനിഫിറ്റ് ആയത് ആരാണ്?
എന്ന് പറഞ്ഞാൽ ആർക്കാണ് അതുകൊണ്ട് ലാഭമുണ്ടായത്? ഭൂമിയിലെ രാജാക്കന്മാർ അവളോട് വേശ്യാസംഗം ചെയ്തു. ഭൂമിയിലെ വ്യാപാരികൾ അവളുടെ അപ്പോ വ്യാപാരികൾ അല്ലെ, വ്യാപാരികൾ. ഓക്കെ, നൗ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ചെറിയ അസൈൻമെന്റ്, ക്ലാസ് അസൈൻമെന്റ് ഇപ്പൊ തരാൻ പോകും. ഞാൻ പറഞ്ഞല്ലോ ഇത് മെറ്റീരിയലിസ്റ്റിക് ബാബിലോൺ ആണ്, വിച്ച് മീൻസ് ഇവൾക്ക് ഒരു ട്രേഡ് ഉണ്ട്. ഓക്കെ, വാട്ട് ആർ ദ ട്രേഡ്? ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അതിന്റെ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് മടങ്ങി വരാം. അപ്പൊ ഹൂ ഈസ് ബെനിഫിറ്റഡ് ഓഫ് ഹെർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വെൽ, വ്യാപാരികൾ, ബിസിനസ്. സോ ഇറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് ഓൾ മെറ്റീരിയൽ ബാബിലോൺ. 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ നോക്കിയിട്ട് ഹൗ മെനി മെറ്റീരിയൽസ് ആർ മെൻഷൻ ദയർ, ജസ്റ്റ് ഒന്ന് നമ്പർ ചെയ്ത് ഒന്ന് കൗണ്ട് ചെയ്തിട്ട് പറ എത്ര എണ്ണം നിങ്ങൾക്ക് കാണാൻ സാധിച്ചു. ഓക്കെ, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. എനിബഡി ക്യാൻ ആൻസർ ഇൻ ചാറ്റ് ബോക്സ്. 11 to 13 വരെ നോക്കിയിട്ട് വാട്ട് ആർ ദ ട്രേഡ് തിങ്സ്, ഒബ്ജക്ട്സ്, എണ്ണം നോക്കിയിട്ട് പറ എത്ര എണ്ണമാണ്. So I'll be waiting in the chat box. 30 are there? No. 30 is too much, too many. 11 മുതൽ 13 വരെ. കോമ നോക്കിയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, 28 ആൽബിൻ പറഞ്ഞിട്ടുണ്ട്, 25 റിജോയ്സ് പറഞ്ഞിട്ടുണ്ട്, 22 ഹന്ന പറഞ്ഞു. പ്ലെയിൻ റീഡിങ്ങിൽ നിങ്ങൾക്ക് 26 എണ്ണം എണ്ണാൻ പറ്റും, 26. പക്ഷേ ഇപ്പൊ ഉദാഹരണത്തിന് ആനക്കൊമ്പ് കൊണ്ടുള്ള സകല സാമാനങ്ങൾ, വിലയേറിയ മരവും പിച്ചളയും ഇരുമ്പും മർമരക്കല്ലും കൊണ്ടുള്ള ഓരോ സാമാനം. അപ്പൊ ഇത് 4 എണ്ണമായിട്ട് എടുക്കാം, ഒരെണ്ണമായിട്ടും എടുക്കാം. സോ ഡെഫിനറ്റ്ലി 26 പ്ലസ് എന്ന് നമുക്ക് എടുക്കാം. ഓക്കെ, 26 പ്ലസ് ഫോർ ഷുവർ. 11 മുതൽ 13 വരെയുള്ള കാര്യങ്ങളിൽ 26-ലധികം കൂട്ടം കാര്യങ്ങൾ ട്രേഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ എന്നെ പലപ്പോഴും അതിശയിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ലുക്ക് അറ്റ് ദ എൻഡ്. ആ ലിസ്റ്റിലെ ഏറ്റവും അവസാനത്തെ കാര്യങ്ങൾ എന്താ കൊടുത്തിരിക്കുന്നത്? മാനുഷദേഹം, മാനുഷ പ്രാണൻ എന്നീ ചരക്ക് ആരും വാങ്ങായികയാൽ. എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ദേഹം വിൽക്കുന്നത്, മനുഷ്യന്റെ പ്രാണൻ വിൽക്കുന്നത്. വെൽ, ഹൗ ഈസ് ഇറ്റ് പോസിബിൾ? ഐ ഡോണ്ട് നോ. ഇനി പ്രാണൻ സൂക്ഷിച്ചു വെക്കുന്ന വല്ല കാര്യം കണ്ടുപിടിക്കും. മനുഷ്യ പ്രാണൻ, പ്രോബബ്ലി ഇറ്റ് ഈസ് റെഫറിങ്, നമുക്കറിയാം ഇന്ന് ഓർഗൻ, അത് ട്രാൻസ്പ്ലാന്റേഷൻ മാത്രമല്ല, ഇന്നതൊരു ബിസിനസ് ആണ് അല്ലെ. പണ്ട് എന്റെ കുട്ടിക്കാലത്ത് പറയാം, സ്കൂളിൽ പോകുമ്പോൾ സൂക്ഷിക്കണം, അന്നാണ് ഈ മാരുതി മാൻ ഇറങ്ങിയത്, ഡോറ് സ്ലൈഡ് ചെയ്ത് തുറക്കുന്നത്. അപ്പൊ അന്ന് കുട്ടികളെയൊക്കെ തട്ടിക്കൊണ്ട് പോയിട്ട് കെട്ടിയടിച്ച് മാറ്റി. അപ്പൊ ആ കാലഘട്ടത്തിലൊക്കെ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള. ഇന്നും അത് ഇഷ്ടം പോലെ ഉണ്ട് അല്ലെ. അങ്ങനെ ഒരു ഒരു മാഫിയ തന്നെയുണ്ട്. ഓർഗൻ തട്ടിക്കൊണ്ടു പോവുക, ആളുകളെ തട്ടിക്കൊണ്ടു പോയിട്ട് ഓർഗൻ അടിച്ചു മാറ്റുക, ആക്സിഡന്റ് ഫേക്ക് ആയിട്ട് ഉണ്ടാക്കിയിട്ട് ഓർഗൻ എടുക്കുക, അങ്ങനെയുള്ളതൊക്കെ ഈ ലോകത്ത് നടക്കുന്നുണ്ട്. ആൻഡ് ദിസ് ഈസ് വാട്ട് ഗോയിങ് ടു ഹാപ്പൻ ഇൻ ദ ഫ്യൂച്ചർ. ഈ ബാബിലോണിനെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത്, ദേ ആർ മോർ ഇൻ ടു ബിസിനസ്. വാട്ട് കൈൻഡ് ഓഫ് ബിസിനസ്? വെൽ, ഇത് ബിസിനസ് നല്ലതാണ്, ഇത് കൊടുത്തിരിക്കുന്ന കാര്യങ്ങളും എല്ലാം പാപമുള്ള കാര്യങ്ങളൊന്നുമല്ല. പക്ഷെ ടുവേർഡ് ദി എൻഡ് വി നോ ദാറ്റ് യെസ്, ദാറ്റ് ഷോസ് ദാറ്റ് ഈ ബിസിനസ്സിനകത്ത് കൂടുതലും ഈവിൾ ഈസ് പോർട്രേഡ് മോർ. പക്ഷെ ബിഗിനിങ് നമ്മൾ നോക്കുമ്പോൾ പൊന്ന്, വെള്ളി, ചന്ദനത്തടി, ഇരുമ്പ്, അതൊക്കെ നല്ല കാര്യങ്ങളാണ്. ബട്ട് ഓൾ ടുഗദർ ഇവിടെ പറയുന്നത് ദ ബാബിലോൺ അറ്റ് ദ ഹയസ്റ്റ് ഓഫ് ഇറ്റ്സ് വെൽത്ത്. അപ്പൊ ഈ ബാബിലോൺ ഏതാണ്? നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ കണ്ട ബാബിലോൺ, ഇറ്റ് ഈസ് മോർ പിക്ചേർഡ് ഓൺ ദി ഈവിൾ nature of the Babylon in the religious aspect. This one is the business, materialistic Babylon. That is also a nature of tribulation period. Okay, all right. Now look at that. How is her end? എങ്ങനെയാണ് ഈ ബാബിലോണിന്റെ നാശം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? Look at verse 8, look at verse 10, 16 and 19. ആ 3 വാക്യത്തിൽ
ഒരു കോമൺ ഫ്രേസ് ഉണ്ട്. ആൻഡ് ഹു ക്യാൻ ഗീവ് മീ ആൻ ആൻസർ ഐദർ ഇൻ ചാറ്റ് ബോക്സ് ഓർ ഡയറക്ട്ലി? എങ്ങനെയാണ് ഈ ബാബിലോൺ നശിക്കുന്നതെന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്? Observe these three references together and tell me how she ends up. Quick answer. 1 മണിക്കൂർ കൊണ്ട് നശിച്ചു. 1 മണിക്കൂർ കൊണ്ട് നശിച്ചു പോയല്ലോ. See, that phrase is repeatedly coming in verse 10, verse 16, verse 19. So that shows a quick burning up. നമുക്കറിയാം ഇനി ഈ ഭൂമി തീക്കായിട്ട് ശേഷിപ്പിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. So that is a destruction by fire. That is what we understand. ഇത് കുറച്ചുകൂടി ഒന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു കോൺട്രാസ്റ്റ് ഞാനൊന്ന് പരിചയപ്പെടുത്താം. Okay, you just observe in the Bible a contrast with first religious Babylon and the materialistic Babylon. Look at verse 17:1 and 18:1. ഇത് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. 17:1-ൽ the destruction of religious Babylon is announced by one of the 7 angels, whereas the destruction of materialistic Babylon is announced by an angel coming from heaven. ഇത് രണ്ടും 2 ദൂതന്മാർ അനൗൺസ് ചെയ്തതുകൊണ്ട് രണ്ടും 2 ബാബിലോൺ. ഓക്കെ, അത് ഓർത്തിരിക്കുക. 2 ബാബിലോൺ എന്ന് പറയുമ്പോൾ സ്ഥലമല്ല ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് ദി ഓവറോൾ പിക്ചർ ഓഫ് evil, religious evil, that is Babylon. Then the materialistic Babylon. Okay. Now, second one, another contrast, the revelation of the second angel is given at a later time than the revelation of the first angel after these things. എന്താ ഒന്ന് മനസ്സിലായത്? 18-ാമത്തെ 1-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന അനന്തരം എന്നുള്ള വാക്ക് സൂചിപ്പിക്കുന്നത് എന്താണ്? ആദ്യത്തെ ബാബിലോൺ എന്ന് പറഞ്ഞാൽ റിലീജിയസ് ബാബിലോണിന്റെ ഡിസ്ട്രക്ഷന് ശേഷമാണ് മെറ്റീരിയലിസ്റ്റിക് ബാബിലോൺ. നമുക്കറിയാം, മുമ്പ് നമ്മൾ കണ്ട ട്രംപറ്റിലായാലും ബൗവലിലായാലും അല്ലെ, 3-ൽ-1 ദൈവം നശിപ്പിക്കുന്നു. അത് കഴിഞ്ഞ് അടുത്ത കാര്യങ്ങൾ ദൈവം നശിപ്പിക്കുന്നു ദൂതന്മാരെ അയച്ചിട്ട്. അപ്പോൾ അതേപോലെ ആദ്യത്തെ റിലീജിയസ് ബാബിലോണിനോടുള്ള ബന്ധത്തിൽ ഡിസ്ട്രക്ഷൻ നടന്നതിന് ശേഷം മെറ്റീരിയലിസ്റ്റിക്, അതിനുശേഷമാണ് ലുക്കിംഗ് അറ്റ് ദ മെറ്റീരിയൽ പാർട്ട് ഓഫ് ഇറ്റ് ഈസ് കമ്മിങ്. ഓക്കെ, അപ്പോൾ ആ 2 ബാബിലോൺ തമ്മിലുള്ള കോൺട്രാസ്റ്റ് എവിഡന്റ് ആണ് ബൈബിളിൽ. 3-ാമത്തെ കാര്യം, ഫസ്റ്റ് ബാബിലോൺ ഇസ് എ റിലീജിയസ് സെന്റർ. ലുക്ക് അറ്റ് വേഴ്സ് 4 and 5. നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ചാപ്റ്റർ 17 and verse 4 and 5. ആ സ്ത്രീ ധൂമ്ര വസ്ത്രവും കടുംചുവപ്പും നിറവുമുള്ള വസ്ത്രം ധരിച്ച് പൊന്നും രത്നവും മുത്തും അണിഞ്ഞവളായി തന്റെ വേശ്യാവൃത്തിയുടെ മ്ലേച്ഛതയും അശുദ്ധിയും നിറഞ്ഞ സ്വർണ്ണ പാനപാത്രം കയ്യിൽ പിടിച്ചിരിക്കുന്നു. മഹദിയാം ബാബിലോൺ, വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ്. സോ ഷീ ഈസ് എ റിലീജിയൻ. അതൊരു റിലീജിയസ് സെന്റർ ആണ്. ഇനി രണ്ടാമത്തത് എക്കണോമിക് പവർ ആണ്. ഇപ്പൊ നമ്മൾ കണ്ട ട്രേഡ് കാര്യങ്ങൾ കണ്ടില്ലേ? ഇപ്പൊ ബിസിനസ് ആണ് രണ്ടാമത്തെ ബാബിലോണിന്റെ ഫോക്കസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ്, ഫസ്റ്റ് ബാബിലോൺ ഈസ് ഡിസ്ട്രോയിഡ് ബൈ 10 kings. 17-16 നോക്കിക്കേ. ചാപ്റ്റർ 17 and verse 16. നീ കണ്ട 10 കൊമ്പും മൃഗവും വേശ്യയെ ദ്വേഷിച്ച് ശൂന്യവും നഗ്നയുമാക്കി അവരുടെ മാംസം തിന്നുകളയും. വിച്ച് മീൻസ് ഈ റിലീജിയസ്റ്റിക് ആയിട്ടുള്ള, നമുക്കറിയാം എതിർ ക്രിസ്തു ഒരു വലിയ പ്രതിമയെ ഉണ്ടാക്കി അതിനെ നമസ്കരിക്കുവാനായിട്ട് കള്ളപ്രവാചകൻ പറയുന്ന ഒരു രംഗമുണ്ട്. റൈറ്റ്, ദാറ്റ് വി ഹാവ് ഓൾറെഡി ലുക്ക് ഇൻ ദ പ്രീവിയസ് ക്ലാസ്. അപ്പൊ ആ റിലീജിയസ് ആയിട്ടുള്ള ഒരു ഫ്രീഡം ഉണ്ടാക്കുന്ന അതിനുശേഷമാണ് അവന്റെ റൂൾ ട്രേഡ് മാർക്കും ബിസിനസ്സും ഒക്കെ എൻറ്റർ ചെയ്യുന്നത്. റൈറ്റ്, എതിർ ക്രിസ്തു. സോ ആദ്യത്തെ ബാബിലോൺ എന്ന് പറഞ്ഞാൽ ആ റിലീജിയസ് ട്രീറ്റി ഉണ്ടാക്കിയതിന് ശേഷം ഹി ഈസ് ട്രൈങ് ടു അക്യൂമുലേറ്റ് ദ റിച്ചസ് ഓഫ് ദ വേൾഡ്. അപ്പൊ ആദ്യത്തേത് കഴിഞ്ഞു പോയിട്ടാണ് രണ്ടാമത്തേത് സംഭവിക്കുന്നത്. വൈൽ ദ സെക്കൻഡ് സീംസ് ടു ബി ഡിസ്ട്രോയിഡ് ബൈ ഗോഡ് ഹിംസെൽഫ്. ആദ്യത്തേത് നശിപ്പിക്കുന്നത് ആരാണ്? കിങ്സ്, അവര് തന്നെ നശിപ്പിക്കുന്നു. രണ്ടാമത്തെ ബാബിലോൺ നശിപ്പിക്കുന്നത് ദൈവം തന്നെയാണ്. ചാപ്റ്റർ 18 and verse 8. Now the last one, the 10 kings destroy the first Babylon, but the kings of the earth lament over the destruction. രണ്ടാമത്തെ ബാബിലോൺ നശിക്കുമ്പോൾ ഈ രാജാക്കന്മാർ എന്താ ചെയ്യുന്നത്? കരയുകയാണ് ചെയ്യുന്നത്. ബിക്കോസ് ദേ ഡോണ്ട് വാണ്ട് ഇറ്റ് ടു ബി ഡിസ്ട്രോയ്ഡ്. കാരണം എന്താ?
അത് അവരുടെ സമ്പത്താണ്, അവര് സ്വരുക്കൂട്ടിയ സ്വത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. സോ അടുത്ത ആഴ്ച ഞാനിത് ഒന്ന് കൺക്ലൂഡ് ചെയ്ത് വിശദീകരിക്കാം. ഓക്കെ, then you will understand it better. But just keep in mind that chapter 17 and chapter 18 talking about two sides of the evil. One is the religious falling away, the second one is the material world. രണ്ട് ബാബിലോൺ ആയിട്ട് ചിത്രീകരിച്ചിരിക്കുകയാണ്. ഓക്കെ, ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ഇത് വായിച്ചാൽ definitely you will understand better chapter 17 and chapter 18. So a few more things are there that we will definitely look into the next class.